അങ്ങനെ കേരളത്തിന് 2 ഐമാക്സ് ആയിരിക്കുകയാണ്. 2 ഐമാക്സ് വെന്യൂ ഇപ്പോൾ കേരളത്തിലുണ്ട്. ട്രിവാൻഡ്രത്ത് PVR ലുലു മോളിൽ PVR സൂപ്പർപ്ലെക്സിൽ OD1 അല്ലെങ്കിൽ സ്ക്രീൻ 1 കേരളത്തിലെ ആദ്യത്തെ ഐമാക്സ്. 1 വർഷത്തിന് ശേഷം ഇപ്പോൾ കൊച്ചിയിൽ സിനിപോളിസിൽ സ്ക്രീൻ 2 ഐമാക്സ് വിത്ത് ലേസർ. അപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കും ഇത് തമ്മിൽ എന്താ വ്യത്യാസമൊന്നുമല്ലേ? ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, എന്താണ് കൊച്ചിയിലെയും ട്രിവാൻഡ്രത്തെ ഐമാക്സ് തമ്മിലുള്ള വ്യത്യാസം, ഇതിലേതാണ് ബെറ്റർ എന്നൊക്കെ. അപ്പോൾ എനിക്കെന്താണ് ബെറ്ററായിട്ട് തോന്നിയത്, എന്തൊക്കെയാണ് ഇഷ്ടപ്പെട്ടത്, എന്തൊക്കെയാണ് ഇഷ്ടപ്പെടാത്തത്, ഇതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. 2 ഐമാക്സുകളും ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട്, മൾട്ടിപ്പിൾ ടൈംസ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായം എന്താണെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ട്രിവാൻഡ്രം ഐമാക്സിനെ പറ്റി പറയാം. അവതാർ 2 വേ ഓഫ് ദി വാട്ടർ എന്നുള്ള സിനിമ വെച്ചിട്ടാണ് ട്രിവാൻഡ്രം ഐമാക്സ് തുറന്നത്. ട്രിവാൻഡ്രം ഐമാക്സിൻ്റെ പ്രത്യേകത എന്തായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ആദ്യത്തെ ഐമാക്സ് ആയിരുന്നു. പക്ഷേ ഒട്ടുമിക്ക ആളുകൾക്കും അറിയാൻ പാടില്ലാത്തൊരു കാര്യം, അത് ഡ്യുവൽ സീനോൺ ഐമാക്സ് ആണ്. ഐമാക്സ് ഇപ്പോൾ കറൻ്റ്ലി ഡ്യുവൽ സീനോൺ ഐമാക്സുകൾ നിർത്തി. ഏറ്റവും അവസാനമായിട്ട് വന്ന ഡ്യുവൽ സീനോൺ ഐമാക്സ് തിയേറ്ററാണ് ട്രിവാൻഡ്രം ഐമാക്സ്. അതോടുകൂടി ഐമാക്സിൻ്റെ ആ ഡ്യുവൽ സീനോൺ പ്രൊജക്ഷൻ വരുന്ന ടൈപ്പ് ഐമാക്സുകൾ അവരെന്നേക്കുമായിട്ട് നിർത്തി. പുതിയ എല്ലാ ഐമാക്സുകളും ഐമാക്സ് വിത്ത് ലേസർ ടെക്നോളജിയിലാണ് വരുന്നത്. ഇന്ത്യയിൽ വേറെ കുറച്ച് ഇടങ്ങളിൽ, സ്പെഷ്യലി 2 ഇടങ്ങളിൽ, മുംബൈയിലുള്ള PVR ഐക്കോൺ ലോവർ പെരേൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഐമാക്സ് വിത്ത് ലേസർ തിയേറ്ററുണ്ട്. ഞാൻ അവിടെയാണ് ഓപ്പൺഹൈമർ സിനിമ കണ്ടത്. ഇതുകൂടാതെ ഡൽഹിയിൽ ഒരു ഐമാക്സ് വിത്ത് ലേസർ തിയേറ്ററുണ്ട്. അതിൻ്റെ പ്രത്യേകതകൾ, ഈ 2 ലേസർ തിയേറ്ററിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഐമാക്സ് വിത്ത് ലേസർ കോള തിയേറ്റേഴ്സാണ്. കോള പ്രൊജക്ഷൻ എന്ന് പറയും. കമേഴ്ഷ്യൽ ലേസർ പ്രൊജക്ഷനോടുകൂടിയുള്ള ഐമാക്സ് വിത്ത് ലേസർ തിയേറ്ററുകളാണ്. ഇന്ത്യയിൽ 2 ഉള്ളൂ. അപ്പോൾ ഐമാക്സിൻ്റെ ഹൈറാർക്കി വെച്ച് നോക്കുമ്പോൾ പണ്ട് ഉണ്ടായിരുന്ന 2 തരം തിയേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐമാക്സ് 70mm തിയേറ്റേഴ്സും ഐമാക്സ് ഡോം തിയേറ്റേഴ്സും ആയിരുന്നു. ഇന്ത്യയിൽ 4 ഐമാക്സ് 70mm തിയേറ്റേഴ്സ് ഉണ്ടായിരുന്നു, ഒരു ഐമാക്സ് ഡോം തിയേറ്റർ ഉണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ ഒരേ ഒരു ഐമാക്സ് 70mm തിയേറ്ററുള്ളൂ. അവിടെയാണെങ്കിൽ സിനിമയില്ല. ബാക്കി എല്ലാ തിയേറ്ററുകളും ഷട്ട് ഡൗൺ ആയി. അതിൽ ഐമാക്സ് ഡോം തിയേറ്റർ പിന്നീട് കാർണിവൽ ഐമാക്സ് ആക്കി മാറ്റുകയും ഡോം തിയേറ്റർ എന്നുള്ള രീതിയിൽ നിന്ന് രൂപമാറ്റം വരുത്തി അതൊരു നോർമൽ ഐമാക്സ് ആക്കി മാറ്റുകയും ഡിജിറ്റൽ ഐമാക്സ് ആക്കി മാറ്റിയതിന് ശേഷം കുറേ നാൾ ഷട്ട് ഡൗൺ ആയി കിടന്നിട്ട് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വഡാല മിറാജ് ഐമാക്സ് ആക്കി വീണ്ടും രൂപമാറ്റം വരുത്തിക്കൊണ്ട് ഇന്ത്യയിലെ ലാർജസ്റ്റ് ഐമാക്സ് വിത്ത് ലേസർ തിയേറ്ററായിട്ട് ഇപ്പോൾ നിലകൊള്ളുകയാണ്. അപ്പോൾ ഹൈറാർക്കി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഐമാക്സ് 70mm ഡോമാണ് ഏറ്റവും ബെസ്റ്റ് ഫോർമാറ്റ്സ് ഉള്ളത്. അതിപ്പോൾ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ തൊട്ടടിയിൽ ഐമാക്സ് GT ഗ്രാൻഡ് തിയേറ്റർ എന്ന് പറയും. 2 കോള പ്രൊജക്ടേഴ്സ് ഉപയോഗിച്ച് ഡ്യുവൽ ലേസർ പ്രൊജക്ഷനിലൂടെ 1.43:1 റേഷ്യോ, ആ ഒറിജിനൽ 70mm ഐമാക്സിൻ്റെ ആ റേഷ്യോയിൽ പ്രൊജക്റ്റ് ചെയ്യാൻ കെൽപ്പുള്ള ഐമാക്സ് തിയേറ്റേഴ്സാണ്. ഇന്ത്യയിൽ അങ്ങനൊരു തിയേറ്റർ ഇല്ല. അതായത് നിങ്ങൾ മനസ്സിലാക്കുക, ഇന്ത്യയിൽ അങ്ങനൊരു തിയേറ്റർ ഇല്ല. അതിൻ്റെ കോസ്റ്റ് ഓഫ് എക്സിക്യൂഷൻ ഇസ് ഭയങ്കര ഹൈ. അതുകൊണ്ട് ഇന്ത്യയിൽ ഇതുവരെ ഒരു ഇൻവെസ്റ്റേഴ്സും ഐമാക്സ് GT തിയേറ്റർ ഇവിടെ പണിയാൻ മുന്നോട്ട് വന്നിട്ടില്ല, ആരും ചെയ്തിട്ടില്ല. ഫ്യൂച്ചറിൽ സാധ്യത ഉണ്ടാവും, പക്ഷേ ഇതുവരെ എന്തായാലും ഇല്ല. അങ്ങനൊരു ഐമാക്സ് GT തിയേറ്റർ വിത്ത് ഡ്യുവൽ ലേസർ തിയേറ്റർ ഇല്ല. GT ഗ്രാൻഡ് തിയേറ്റർ ഇവിടെ ഇല്ല. പുറം രാജ്യങ്ങൾ പലയിടങ്ങളിലും ഉണ്ടെങ്കിൽ പോലും അതും എണ്ണത്തിൽ കുറവാണ്. അത് കഴിഞ്ഞാൽ തൊട്ടടിയിൽ വരുന്നതാണ് ഐമാക്സ് കോള വിത്ത് ലേസർ, കൊമേഴ്ഷ്യൽ ലേസർ എന്നും കൂടെ പറയും, കോള എന്ന് പറയും. അത് ഇന്ത്യയിൽ 2 ഞാൻ നേരത്തെ പറഞ്ഞ 2 സ്ഥലങ്ങൾ, ഒന്ന് ഡൽഹിയിലും വേറൊന്ന് മുംബൈയിലും. മുംബൈയിൽ ഞാൻ പോയിട്ടുണ്ട്, അവിടെയാണ് ഞാൻ ഓപ്പൺഹൈമർ കണ്ടത്. അതിൻ്റെ അടിയിൽ വരുന്നതാണ് XT. അങ്ങനെയുള്ള ഐമാക്സ് വിത്ത് ലേസർ XT പ്രൊജക്ഷനോടുകൂടിയുള്ള തിയേറ്ററാണ് നമ്മുടെ കൊച്ചി സിനിമോളിസിൽ ഇപ്പോൾ എക്യുപ്പ് ചെയ്തിരിക്കുന്നത്. പക്ഷേ സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ഐമാക്സ് വിത്ത് ലേസർ XT പ്രൊജക്ഷനോടുകൂടിയുള്ള തിയേറ്റർ വന്നത് കോയമ്പത്തൂരാണ്. പിന്നെ അവിടെ 12 ചാനൽ ഓഡിയോ സംവിധാനമുള്ള
ഐമാക്സ് വിത്ത് ലേസർ XT പ്രൊജക്ഷനോട് കൂടിയുള്ള തിയേറ്ററാണ്. കൊച്ചിയിലെ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ സെയിം പ്രൊജക്ടർ പക്ഷേ 6 ചാനലാണെന്നുള്ള. അപ്പം മിക്കവരും വിചാരിക്കും അപ്പോൾ അത് ഭയങ്കര ഡിഫറൻസ് ഉണ്ടാവില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു വ്യത്യാസമില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 6 ചാനലാക്കണോ 12 ചാനലാക്കണോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്ന ഐമാക്സ് തന്നെയാണ്. നമ്മളൊരു സ്ഥലം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്ഥലം വന്ന് സന്ദർശിച്ച് അതിൻ്റെ 3D സ്കാനൊക്കെ എടുത്തിട്ട് ഇവർ പോയി നിർണ്ണയിക്കുകയാണ് ചെയ്യുന്നത്. ഐമാക്സ് ആണ് നിർണ്ണയിക്കുന്നത് ഇവിടെ എന്താണ് ബെസ്റ്റ് സ്പീക്കർ ആൻഡ് പ്രൊജക്ഷൻ എന്നുള്ളത്, അല്ലെങ്കിൽ എത്ര സൈസ് സ്ക്രീൻ ഇവിടെ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും, ഇവിടുത്തെ എന്ത് സൗണ്ട് സിസ്റ്റം വേണം ഐമാക്സിൻ്റെ എന്ന് അവർ തീരുമാനിച്ചിട്ട് അവരൊരു സജഷൻ പറയും. നമ്മുടെ കൂടുതൽ പൈസ ഉണ്ടെങ്കിൽ കൂടുതൽ പൈസ ഒക്കെ വെക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വേണമെങ്കിൽ 12 ചാനൽ വെച്ച് തരും. പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ സിനിപോളിസിലുള്ള സ്ക്രീൻ 2ൻ്റെ ഉള്ള ഓഡി സൈസ് വെച്ചിട്ട് 6 ചാനൽ ധാരാളമായിരുന്നു. 12 ചാനൽ വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ തിയേറ്റർ ഇതിൻ്റെ അഡ്ജസ്റ്റൻ്റ് ആയിരിക്കുന്ന സ്ക്രീനിൽ ഭയങ്കര സൗണ്ട് പോലും അവിടെ സിനിമ കാണുന്നവർക്ക് പ്രോബ്ലം ഉണ്ടാകുന്നുള്ളത് കൊണ്ടാണ് 6 ചാനൽ ഒതുക്കിയത്. അതേസമയം ബ്രോഡ്വേ സിനിമാസിലുള്ള 12 ചാനലാക്കാനുള്ള കാരണം അത്രയും വലിയ ഓഡിറ്റോറിയവും 70ഓളം അടി വലിപ്പമുള്ള സ്ക്രീനുള്ള ഒരു ഓഡിറ്റോറിയം ആയതുകൊണ്ടും സൈഡിൽ വേറെ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് വേറെ സ്ക്രീൻ ഇല്ലാത്തതുകൊണ്ടാണ് അവർ 12 ചാനലാക്കിയത്. അപ്പോൾ സുപ്പീരിയർ തിയേറ്റർ ഇതിൽ ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഈസി ആൻസറാണ് ഓവർ ഹെഡ് സ്പീക്കേഴ്സോട് കൂടിയുള്ള 12 ചാനൽ ഐമാക്സ് ആയ കോയമ്പത്തൂർ ബ്രോഡ്വേ സിനിമാസ് തന്നെയാണ്. അതിനെപ്പറ്റി ഡീറ്റെയിൽ വീഡിയോ വേറെ ചെയ്യാം, എന്തായാലും ഞാൻ ചുരുക്കി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ട്രിവാൻഡ്രത്തുള്ള തിയേറ്റർ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്തുള്ള തിയേറ്ററിൽ ഇരിക്കുന്ന പ്രൊജക്ഷൻ സീനോൺ ഡ്യുവൽ പ്രൊജക്ടേഴ്സാണ്. അത് കാലഹരണപ്പെട്ടു പോയ ഐമാക്സ് തന്നെ പ്രൊഡക്ഷൻ നിർത്തിയ അല്ലെങ്കിൽ എക്യുപ്പ് ചെയ്യാൻ നിർത്തിയ ഒരു ടൈപ്പ് ഓഫ് പ്രൊജക്ഷനാണ് അവിടെ ഇപ്പോഴും ഇരിക്കുന്നത്. ഔട്ട്ഡേറ്റഡ് പ്രൊജക്ഷൻ എന്ന് വേണേൽ എനിക്ക് വിളിക്കാം. അപ്പോൾ ഔട്ട്ഡേറ്റഡ് പ്രൊജക്ഷനാണ് അവിടെ ഇരിക്കുന്നത്. അതേസമയം കൊച്ചിയിൽ ഇപ്പോൾ സെറ്റപ്പ് ചെയ്തിരിക്കുന്ന ഐമാക്സ് വിത്ത് ലേസർ ടെക്നോളജിയാണ്. ഈ XT എന്നുള്ള പ്രൊജക്ടറാണ് വെച്ചിരിക്കുന്നത്. ബാർക്കോ എന്നുള്ള കമ്പനിയാണ് ആ പ്രൊജക്ടർ ഉണ്ടാക്കി കൊടുക്കുന്നത്. നൈറ്റ് ആൻഡ് ഡേ ഡിഫറൻസ് ഉണ്ട്. ഒരു നോൺ ലേസർ സീനോൺ പ്രൊജക്ടറും ഒരു ലേസർ പ്രൊജക്ടറും തമ്മിൽ വിത്ത് എക്സാമ്പിൾ വിത്ത് പ്രൂഫ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ ആദ്യമായി ഇനോഗ്രേഷൻ ഡേ രാവിലെ 6 മണിക്ക് ട്രിവാൻഡ്രം ഐമാക്സിൽ അവതാർ ദ വേ ഓഫ് വാട്ടർ സിനിമ കാണാൻ പോയപ്പോൾ ഞാൻ എടുത്ത ഒരു ക്ലിപ്പ് ഞാൻ ഗൂഗിൾ ഡ്രൈവിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും പിൻ കമൻറ്റിലും ഉണ്ട്, എടുക്കുക, കണ്ടു നോക്കുക. ഉടനെ തന്നെ നിങ്ങൾ ഞാൻ ഈ സിനിപോളിസിൽ കാണാൻ പോയപ്പോൾ ഒരു വിഷ്വലും എടുത്ത് വെച്ചിട്ടുണ്ട്. രണ്ടും തമ്മിൽ കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് വിഷ്വൽ ക്ലാരിറ്റി. രണ്ടും എടുത്തിരിക്കുന്നത് എൻ്റെ സെയിം ഫോൺ വെച്ചിട്ടാണ്. iPhone 13 Pro Max സെയിം ഫോൺ വെച്ചിട്ടാണ് 2 വിഷ്വൽസും എടുത്തിരിക്കുന്നത്. സെയിം ക്വാളിറ്റിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1080 60 ഫ്രെയിംസിലാണ് 2 വീഡിയോസും എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഞാൻ പറഞ്ഞതുപോലെ നൈറ്റ് ആൻഡ് ഡേ ഡിഫറൻസ് ഉണ്ടെന്നുള്ളത്. ലേസർ പ്രൊജക്ഷൻ എപ്പോഴും നല്ല കൂടുതൽ കളേഴ്സും കുറച്ചധികം ബ്രൈറ്റും നല്ല ഷാർപ്നെസ്സും ഉണ്ടാവും കമ്പയർഡ് ടു സീനോൺ പ്രൊജക്ഷൻ. ഇതെല്ലാം കൂടാതെ ഇതേ ലേസർ പ്രൊജക്ഷൻ കുറച്ച് സൈസ് കുറഞ്ഞ സ്ക്രീനിലാണ് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ക്ലാരിറ്റി ആയിരിക്കും. ഒരു രക്ഷയില്ലാത്ത ഒരു ക്ലാരിറ്റി ആയിരിക്കും. അത് നിങ്ങൾ നേരിട്ട് ഈ 2 തിയേറ്ററിലും പോയി സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയാണ് കൂടുതൽ ക്ലാരിറ്റി. എന്തുകൊണ്ടാണ് ഞാൻ കൊച്ചി ഐമാക്സിൽ ട്രിവാൻഡ്രം ഐമാക്സിനേക്കാൾ വളരെയധികം കൂടുതൽ ക്ലാരിറ്റി ഉണ്ട് എന്ന് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇതുകൂടാതെ നിങ്ങളുടെ സ്വന്തം കണ്ണുവെച്ച് നേരിട്ട് പോയി കാണുമ്പോൾ നിങ്ങൾക്കത് ബോധ്യപ്പെടും. ട്രിവാൻഡ്രം ഐമാക്സിൻ്റെ സ്ക്രീൻ സൈസ് വരുന്നത് ഏകദേശം 70 ഫീറ്റാണ്. കൊച്ചി ഐമാക്സിൻ്റെ സ്ക്രീൻ സൈസ് വരുന്നത് 52 ഫീറ്റേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ പറയും അയ്യോ ട്രിവാൻഡ്രത്ത് ഭയങ്കര വലിപ്പമില്ലേ? പക്ഷേ ട്രിവാൻഡ്രത്ത് 70 ഫീറ്റ് ഉണ്ടെങ്കിലും അവിടെ ഇരിക്കുന്ന പ്രൊജക്ടർ 2K ഡ്യുവൽ സീനോൺ പ്രൊജക്ടറാണ്. അതേസമയം കൊച്ചിയിലിരിക്കുന്നത് 4K ലേസർ പ്രൊജക്ടറാണ്. 2 ഐമാക്സിൻ്റെ തന്നെ പ്രൊജക്ടേഴ്സ്. ഒരു നോർമൽ ആയിട്ടുള്ള ഒരു 4K ലേസർ പ്രൊജക്ടറും ഒരു നോർമൽ ആയിട്ടുള്ള ഒരു 4K സീനോ പ്രൊജക്ടറും തമ്മിൽ വെച്ചാൽ തന്നെ ആട് വ്യത്യാസം ഉണ്ടാവും. ഐമാക്സിൻ്റെയിൽ അതിഭീകര വ്യത്യാസമാണ് നിങ്ങൾക്ക് കാണാൻ കിട്ടുന്നത്. ഞങ്ങൾ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കേണ്ട, വിലക്ക് എടുക്കേണ്ട, നേരിട്ട് പോയി ടിക്കറ്റ് എടുത്ത് 2 പോയി ഒന്ന് സിനിമ കണ്ടു നോക്ക്. അതും അല്ലെങ്കിൽ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന സാമ്പിൾ എടുത്ത് കണ്ടു നോക്കും. ഒരേ മൊബൈലിൽ തന്നെ ഷൂട്ട് ചെയ്തിരിക്കുന്നതാണ്. ഒന്ന് കണ്ടു നോക്ക്, കേട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും.
സൗണ്ട് രണ്ടിടത്തും സെയിം ആണ്. ഐമാക്സ് 6 ചാനൽ സൗണ്ട് തന്നെയാണ് എൻ്റെ അടുത്തുള്ള. അവിടെയും പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. ഒരു ജനറേഷൻ ഫ്രണ്ടിലാണ് ഈ സിനിപോളിസിലിരിക്കുന്ന പുതിയ സ്പീക്കേഴ്സും പ്രൊജക്ടറും. കാരണം ഇത് 2024 മോഡലിലുള്ള സ്പീക്കേഴ്സും പ്രൊജക്ടറുമാണ്. അവിടെ ഇരിക്കുന്നത് ഡിസംബറിൽ സെറ്റപ്പ് ചെയ്ത 2022 മോഡലാണ്. 2022 ഡിസംബറിലാണ് ഐമാക്സ് ട്രിവാൻഡ്രത്ത് സെറ്റപ്പ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഇരിക്കുന്ന മോഡൽ 2 കൊല്ലം പഴക്കമുള്ള മോഡലാണ്. ഇപ്പോൾ സൗണ്ട് സിസ്റ്റം ആയാലും ശരി, പ്രൊജക്ഷൻ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത് സീനോണാണ്, ഇത് ലേസറാണ്. അത് 2K ആണ്, ഇത് 4K ആണ്. ട്രിവാൻഡ്രം ഐമാക്സിനകത്ത് ഐമാക്സിൻ്റേതായിട്ടുള്ള സെർവറിൽ വരുന്ന DCP ഡിജിറ്റൽ കണ്ടൻറ്റ് പാക്കേജസ് ആണ് അവിടെ പ്ലേ ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് അവിടെ സിനിമ 4K 3Dയിലോ 4K 2Dയിലോ പ്ലേ ചെയ്യാൻ പറ്റില്ല. ആ ഫയൽ അവിടെ ഡൗൺ സ്കെയിലായിട്ട് 2Kയിലാണ് നമ്മളെ കാണിച്ചു തരുന്നത്. ഇപ്പം നിങ്ങളുടെ കയ്യിലൊരു TVയോ മൊബൈലോ എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുക. അതിൻ്റെ മാക്സിമം റെസൊല്യൂഷൻ അതിൽ പ്ലേ ചെയ്യാൻ പറ്റുന്നത് 1080p TV ആണെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഒരു 1080p ഡിസ്പ്ലേ ഉള്ള മൊബൈലാണെന്ന് വിചാരിക്കുക. 4K കണ്ടൻറ്റ് പ്ലേ ആകും, സപ്പോർട്ട് ഉണ്ടാവും. പക്ഷെ അത് ട്രൂ 4K അല്ല. അത് ഡൗൺ സ്കെയിൽ ചെയ്ത് നിങ്ങളുടെ 1080pയിലേക്ക് കൺവേർട്ട് ചെയ്ത് കാണിക്കുന്ന ഒരു പരിപാടിയാണ് ഡൗൺ സ്കെയിലിംഗ് എന്ന് പറയും. 4K ഹയർ റെസൊല്യൂഷനിലിരിക്കുന്ന ഫയലിനെ ഡൗൺ സ്കെയിൽ ചെയ്ത് നമ്മുടെ റെസൊല്യൂഷനിലേക്ക് മാറ്റി നമ്മളെ കാണിച്ചു തരുന്ന പരിപാടി. അതാണ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ട്രിവാൻഡ്രം ഐമാക്സിൽ ചെയ്യുന്ന പരിപാടി. സെർവറിൽ വരുന്ന ഫയൽ രണ്ടിടത്തും സെയിം ആണെങ്കിലും അവിടെ പ്ലേ ചെയ്യുമ്പോൾ ഡൗൺ സ്കെയിൽ ചെയ്യുകയും ഇവിടെ സിനിപോളിസ് ഐമാക്സ് 4K ലേസറിൽ പ്ലേ ചെയ്യുമ്പോൾ ഒറിജിനൽ ക്ലാരിറ്റിയിലാണ് നമ്മൾ കാണുന്നത്. അത് തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഞാനവിടെ കണ്ടിരിക്കുന്ന ആളായതുകൊണ്ട് ആ വ്യത്യാസം എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അത് മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ പ്രസാദ് PCX ആയപ്പോഴും സിനിമ കണ്ടിട്ടുണ്ട്. അതിന് മുന്നേ 70mm IMAX ആയിരിക്കുന്ന ടൈമിൽ സിനിമ കണ്ട ഒരാളാണ്. അപ്പോൾ ഐ ഹാവ് എക്സ്പീരിയൻസ്ഡ് 70mm IMAX. ഡോം IMAX ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. എൻ്റെ ശേഖരിച്ച അറിവ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് എനിക്ക് അത് പറയാൻ പറ്റുള്ളൂ. പക്ഷെ മറ്റേത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഒരു GT വെന്യൂവിൽ പോയി ഞാൻ സിനിമ കണ്ടിട്ടുണ്ട്. മലേഷ്യയിൽ ആണ് ഞാൻ ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ കണ്ടത്. ഒരു GT വെന്യൂവിലായിരുന്നു. ഒരു 12 ചാനൽ ലേസർ ഐമാക്സിലാണ് ഞാൻ ഏലിയൻ റോമിലസ് ഇക്കൊല്ലം കണ്ടത്. ഇത് രണ്ടും ഇക്കൊല്ലം കണ്ടത്. GT വെന്യൂവിൽ കണ്ടതും ഏലിയൻ റോമിലസ് ഞാനൊരു ലേസർ 12 ചാനൽ ഐമാക്സിൽ കണ്ടതൊക്കെ ഇക്കൊല്ലമാണ്. ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞേട്ടെ. ഞാൻ അതും അറ്റാച്ച് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ ഏലിയൻ കണ്ടതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പ് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ കണ്ടതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പ് ഞാൻ കാണിച്ചത്. ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ ഫുൾ സ്ക്രീൻ അല്ലായിരുന്നു, കാരണം ഒരു സ്കോപ്പ് റേഷ്യോ മൂവിയാണ്. അതേസമയം ഏലിയൻ റോമിലസ് ഒരു IMAX എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള 1.90 ഫ്ലാറ്റ് റേഷ്യോ മൂവിയായിരുന്നു. നിങ്ങളൊന്ന് കണ്ട് നോക്കി നിങ്ങൾ ഞെട്ടിപ്പോകും. ഞാൻ ഇപ്പോൾ ഈ നിങ്ങളുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കൊച്ചി ഐമാക്സിനേക്കാളും വളരെ ചെറിയ സ്ക്രീനായിരുന്നു ഞാൻ കണ്ട TGV സിനിമാസ് സുറിയ KLCC എന്ന് പറഞ്ഞ ഐമാക്സ്. എന്നിട്ടും അവിടെ കണ്ട ക്ലാരിറ്റി നിങ്ങൾ നേരിട്ട് കണ്ടോളൂ. ഞാനിപ്പോൾ ഒരു ക്ലിപ്പ് ആഡ് ചെയ്യാം, നേരിട്ട് കണ്ടോളൂ, ഞെട്ടിപ്പോവും. ഈ കൊച്ചി ലേസർ ഐമാക്സിനും ക്ലാരിറ്റി എനിക്ക് അവിടെ ഫീൽ ചെയ്ത്. കാരണം എന്താണെന്നറിയാമോ? വീണ്ടും സ്ക്രീൻ ചെറുതായി. അപ്പോൾ ക്ലാരിറ്റി ഇങ്ങനെ ഇവിടുത്തെ കുറച്ചുകൂടി വേറെ ലെവലായി. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക. പ്രൊജക്ടർ വീട്ടിൽ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, പ്രൊജക്ടറിന് ഒരു മിനിമം ഒരു സൈസ് ഉണ്ടാവും, പ്രൊജക്റ്റ് ചെയ്യാനുള്ള ഒരു മാക്സിമം ഉണ്ടാവും. ഇപ്പം ഞാൻ വീട്ടിൽ സ്ഥിരമായി പ്രൊജക്ടറിൽ സിനിമകളും സീരീസൊക്കെ കാണുന്ന ഒരാളാണ്. ആർക്കെയിൻ എന്നുള്ള സീരീസ് ഞാനിപ്പോൾ പ്രൊജക്ടറിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. തീരാറായി 3 എപ്പിസോഡും കൂടിയുള്ളൂ. വേറെ ലെവലിൽ പോണ സീരീസാണ്. മസ്റ്റ് വാച്ചാണ്. അതിൻ്റെ ഇടയ്ക്ക് പറയുന്നതേ ഉള്ളൂ. സെപ്പറേറ്റ് ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ഇടുന്നതായിരിക്കും. ആ ഒരു സീരീസ് ഞാൻ എൻ്റെ പ്രൊജക്ടറിൽ 50 ഇഞ്ച് തൊട്ട് ഏകദേശം 300 ഇഞ്ച് വരെ പ്രൊജക്റ്റ് ചെയ്യാം. 300 വരെ പോസിബിളാണ് എൻ്റെ പ്രൊജക്ടറിൽ. പക്ഷെ ഞാൻ കാണുന്നത് 80 ഇഞ്ചിലാണ്. ആ 80 ഇഞ്ചാണ് എൻ്റെ സ്വീറ്റ് സ്പോട്ട്. ഏറ്റവും മികച്ച രീതിയിൽ അടിപൊളിയായിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയത് 80ലാണ്, വലിപ്പമേറി. അതേസമയം ഞാനത് 50 കൊണ്ടുവന്ന 50 വേറെ ലെവൽ ക്ലാരിറ്റിയാണ്. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ സ്ക്രീൻ സൈസ് കുറയും തോറും ഒരു കേപ്പബിൾ പ്രൊജക്ടറിൻ്റെ ക്ലാരിറ്റി വേറെ ലെവലിലെത്തും. അത് കുറഞ്ഞ് കാണിക്കുമ്പോഴേക്കും. കാരണം വൈഡർ ദ ഇമേജ് ഗെറ്റ് ഡിസ്റ്റോർട്ടഡ്. ഇതിനെപ്പറ്റി അറിയാവുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവും. അപ്പോൾ സ്മോളർ ദ ഇമേജ് ഡിസ്റ്റോർഷൻ കുറയും, ബ്ലറിങ് കുറയും. അപ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി, ട്രിവാൻഡ്രം ഐമാക്സിൽ ഒരു ലേസർ പ്രൊജക്ടറായിരുന്നു കളി മാറിയാനെ. കാരണം ഈ ഒരു പെർട്ടിക്കുലർ ഐമാക്സ് ലേസർ പ്രൊജക്ടർ 70 ഇഞ്ച് വരെ പ്രൊജക്റ്റ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള പ്രൊജക്ടറാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കോയമ്പത്തൂർ
ബ്രോഡ്വേ സിനിമാസിൽ വേറെ ലെവലിലാണ് കാണാൻ പറ്റുന്നത്. പക്ഷേ അതേ പ്രൊജക്ടറാണ് ഇവിടെ കൊച്ചി കൊണ്ടുവന്ന് ഒരു ന്യൂവർ വെർഷൻ 2024 വെർഷൻ, ഒരു ബ്രാൻഡ് ന്യൂ വെർഷൻ ഇവിടെ ചെറിയ സ്ക്രീനിൽ പ്രൊജക്റ്റ് ചെയ്യണം. അപ്പോൾ എന്തായിരിക്കും അവിടെ വേറെ ലെവൽ. അപ്പോൾ ഇവിടെ അതുക്ക് മേലെയാണ് വിഷ്വൽ ക്ലാരിറ്റി എന്ന് പറയുന്നത്. അവിടെ വലിപ്പം ഉണ്ടെങ്കിൽ ഇവിടെ ക്ലാരിറ്റി, ക്രിസ്പ്നെസ്, ഷാർപ്നെസ്, കളേഴ്സ് ബെറ്റർ ആണെന്ന് ഞാൻ പറയും. കാരണം ഞാൻ അവിടെയും സിനിമ കണ്ടിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഡ്യൂൺ 2 എന്നുള്ള സിനിമ, ഡ്യൂൺ പാർട്ട് 2, അക്വാമാൻ 2 3Dയിൽ, ഇതൊക്കെ കൂടാതെ ഗോഡ്സില വേഴ്സസ് കോങ്, ദ ന്യൂ എംപയർ 3D, ഇതെല്ലാം ഞാൻ ബ്രോഡ്വേ സിനിമാസ് ഐമാക്സിലാണ് കണ്ടിരിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അവിടെ 12 ചാനൽ സൗണ്ടിലാണ് ഞാൻ അക്വാമാൻ 2 കണ്ടത്, ഡ്യൂൺ പാർട്ട് 2 കണ്ടത്, ഗോഡ്സില വേഴ്സസ് കോങ് കണ്ടത്. 3 ഞാൻ കണ്ട ഐമാക്സ് സിനിമകളും 12 ചാനൽ ഐമാക്സ് സൗണ്ടിലായിരുന്നു. നിങ്ങളത് കൺഫ്യൂസ് ആവരുത്. ഡോൾബി അറ്റ്മോസിൽ നിങ്ങൾക്ക് പല രീതിയിലുള്ള ചാനൽസ് കാണാൻ പറ്റും. അത് 36, 48, 52, 64 ചാനൽ എന്നൊക്കെ പറഞ്ഞിട്ട് 64 ചാനൽ ഡോൾബി അറ്റ്മോസാണ് ഫുൾ അറ്റ്മോസ് എന്ന് പറയപ്പെടുന്നത്. പക്ഷേ അതുപോലെ അല്ല ഐമാക്സിൻ്റെ കേസിൽ. ഐമാക്സിൻ്റെ കേസിൽ 2 ടൈപ്പ് ഓഫ് ചാനൽസുകൾ, 6 ചാനൽ അഥവാ ഇൻ റിയാലിറ്റി 5 ചാനലാണ്. അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ ശ്രേയ് ത്യാഗി എന്ന് പറഞ്ഞ ചാനൽ അപ്കമിങ് ആണ്. ആൾ വളരെ വലിയൊരു കണ്ടുപിടുത്തം ഈ അടുത്ത് സ്വയം കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വലിയ ബിഗ് റിവ്യൂലാണ്. സോ ഐ തിങ്ക് ഹീ ഈസ് ദ റൈറ്റ് പേഴ്സൺ ടു ഷൗട്ട് ഇറ്റ് ഔട്ട് ടു യു. അപ്പോൾ ചെക്ക് ഔട്ട് ശ്രേയ് ത്യാഗി ഓൺ യൂട്യൂബ്. ആൾ വൈകാതെ ഒരു വീഡിയോ ആയിട്ട് വരും. നിങ്ങൾക്ക് ഞെട്ടലായിരിക്കും. ഇത്രയും നാളായിട്ട് നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കുന്ന ഒന്നുമല്ല റിയാലിറ്റി എന്നുള്ള ഒരു വീഡിയോ ആണ്. അത് കണ്ടുപിടിച്ചത് ശ്രേയാണ്. അതുകൊണ്ട് തന്നെ ശ്രേയ തന്നെ അതിനെപ്പറ്റി ഡീറ്റെയിൽ വീഡിയോ ഇടുന്നതായിരിക്കും. അത് കണ്ടു നോക്കുക. അല്ലെങ്കിൽ ദ ചാനൽ ബിലോ ഒന്ന് എടുത്ത് നോക്കുക. അത് വൈകാതെ വരും. ഈ ആഴ്ച തന്നെ ചിലപ്പോൾ വരുമായിരിക്കും ആ വീഡിയോ. എന്തായാലും ഷൗട്ട് ഔട്ട് ടു ശ്രേയ്. അതുപോലെ തന്നെ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, 2 തരം ചാനലുകളെ ഐമാക്സിലുള്ളൂ. 6 ട്രാക്ക് ഓഡിയോ എന്നും കൂടി പറയും, അല്ലെങ്കിൽ 12 ട്രാക്ക് ഓഡിയോ എന്ന് വരും. ഇപ്പോൾ ജനറലി നോൺ ആസ് 6 ചാനൽ ഓർ 12 ചാനൽ. അപ്പോൾ നമ്മുടെ കൊച്ചിയിലിരിക്കുന്ന ഈ 6 ട്രാക്ക് അല്ലെങ്കിൽ 6 ചാനൽ അല്ലെങ്കിൽ 5.1 ചാനൽ ടൈപ്പ് ഓഫ് ഒരു ഐമാക്സ് സിസ്റ്റമാണ് ഇവിടെ ഇരിക്കുന്നത്. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് യുവർ സാധാരണ വീട്ടിലിരിക്കുന്ന 5.1 സറൗണ്ട് സൗണ്ട് അല്ലെങ്കിൽ 7.1 ഡോൾബി സറൗണ്ട് പരിപാടിയല്ല. ഐമാക്സിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കമ്മിങ് ഔട്ട് ത്രൂ ഫുൾ റേഞ്ച് സ്പീക്കേഴ്സ്. നിങ്ങൾ ഏതെങ്കിലും ഒരു ഐമാക്സിൽ പോയിട്ട് 6 ചാനലിലെങ്കിലും ഇരുന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സോ കോൾഡ് 5.1 ഐമാക്സിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും വേറെ ലെവൽ എർത്ത് ഷാറ്ററിങ് സൗണ്ട് എന്നാണ് അവർ എഴുതി കാണിക്കുന്നത്. നെഞ്ചും കൂടം പൊളിയുന്ന രീതിയിലുള്ള സൗണ്ടായിരിക്കും. ഗർഭിണികളായിട്ടുള്ള ആൾക്കാരെ അവർ എൻ്റർ ചെയ്യാൻ സമ്മതിപ്പിക്കാറേ ഇല്ല ഐമാക്സിലേക്ക്. അതിൻ്റെ കാരണം ഒരുമാതിരി ഗർഭം കലക്കി വെടിക്കെട്ടിന് പോയായിരിക്കും അതിൻ്റെ അകത്ത് പോയിരുന്നത്. ഞാൻ മാതിരി സൗണ്ടായിരിക്കും. ഇതൊക്കെ നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ എനിക്ക് പറ്റില്ല. കാരണം ഇതൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും പോയിട്ട് ഒരു തിയേറ്ററിലിരുന്ന് മനസ്സിലാക്കേണ്ടതാണ്. എന്നിരുന്നാൽ പോലും ഞാനൊരു സാമ്പിൾ കേൾപ്പിച്ച് തരാം. ഞാനൊരു വീഡിയോ പറഞ്ഞില്ലേ ഡ്രൈവിലിട്ടേക്കണം, അതൊന്ന് ഹെഡ്ഫോണിൽ വെച്ചൊന്ന് കേട്ട് നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സൗണ്ടിൻ്റെ ഒരു ചെറിയ ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ട് ഇന്ന് പറയുന്നത്. പിന്നെ ഐമാക്സിൻ്റെ സൗണ്ടിൻ്റെ പ്രത്യേകത, ഇവർ സ്പീക്കർ വെച്ചിരിക്കുന്നത് കാഴ്ചയിൽ 2 സ്പീക്കർ തിയേറ്ററിൻ്റെ പുറകിൽ ഉണ്ടാവുള്ളൂ. 6 ചാനൽ ഐമാക്സ് ആണെങ്കിൽ. 12 ആണെങ്കിൽ മാത്രം മുകളിൽ കുറച്ച് സ്പീക്കേഴ്സ് ഉണ്ടാവും. വളരെ കുറച്ച് സ്പീക്കർ ഉണ്ടാവുള്ളൂ. എണ്ണി പറയുക ചിലപ്പോൾ 12 ചാനലിൽ ഒരു 6 സ്പീക്കറോ 6 ചാനലിൽ 2 സ്പീക്കറോ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ കാഴ്ചയിൽ. ബാക്കി ഇരിക്കുന്ന മൊത്തം ഈ തിയേറ്റർ സ്ക്രീന്, ആ ഒരു കർവ്ഡ് ഒരു സ്ട്രോങ് MDI എന്ന് പറഞ്ഞാൽ കാനഡ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അവരുടെ സ്ക്രീനാണ് ഐമാക്സ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. ഈ സ്ക്രീനിൻ്റെ പിന്നാലെ ആയിരിക്കും സബ് വൂഫറും ബാക്കി സ്പീക്കറും വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നുമായിട്ട് ഇങ്ങനെ ഒരു സൗണ്ട് വരുമ്പോഴല്ല നമുക്ക് ആകാശത്തു നിന്നൊക്കെ വരുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത്. മുകളിൽ സ്പീക്കർ ഇല്ലെങ്കിൽ പോലും. അതും 12 ചാനലാണെങ്കിൽ ആകാശത്ത് സ്പീക്കറുണ്ട്. എനിക്ക് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ എനിക്ക് അറിയത്തില്ല. ഞാൻ ഏലിയൻ റോം ഇത് പറയുമ്പോൾ എൻ്റെ രോമം എഴുന്നേറ്റ് നിൽക്കുകയാണ്. രോമാഞ്ചം അറ്റ് ഇറ്റ് സ്പീക്കാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏലിയൻ റോമൻസ് എന്ന് പറഞ്ഞ സിനിമ കണ്ടപ്പോൾ എൻ്റെ മുഖത്തുനിന്ന് വരെ രോമം ഇപ്പോൾ പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടപ്പോൾ അത് എൻ്റെ അമ്മയോടും അല്ലെങ്കിൽ എൻ്റെ വൈഫിനോട് ചോദിച്ചറിയാം. ഞങ്ങൾ 3 പേരും കൂടെ ഏലിയൻ റോമൻസ് കാണാൻ പോയത്. അതിനകത്തൊരു ഈ സെൻട്രൽ ക്യാരക്ടേഴ്സ് എല്ലാവരും ഈ നോസ്ട്രോമോ എന്ന് പറഞ്ഞ ആ ഒരു സ്പേസ് ഷിപ്പിലേക്ക് കയറുന്നതിന് മുന്നേ നോസ്ട്രോമോ അല്ല റോമുലസിലേക്ക് കയറുന്നതിന് മുന്നേ ഒരു അവരുടെ ലാൻഡ് ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് ആ പ്ലാനറ്റിൽ നിന്ന് ഈ സ്പേസ് ഷിപ്പിലേക്ക് മുകളിലേക്ക് പോകാൻ വേണ്ടി ഒരു ടേക്ക് ഓഫ് ഉണ്ട്. എൻ്റെ മോനെ, അതുപോലെ ഈ ഇൻഡസ്ട്രിയലിലൊക്കെ പോലെ ഇതിനകത്തൊരു ഡോക്കിങ് സീൻ ഉണ്ട്. ഈ സീൻ വന്ന് പെടില്ല. ഞാനും അമ്മയും എൻ്റെ വൈഫൊക്കെ ഇങ്ങനെ മുഖത്ത് നോക്കിയിരിക്കണേ. ഇങ്ങനത്തെ ഒരു സൗണ്ട് എക്സ്പീരിയൻസ് ഇതുവരെ ചെയ്തിട്ടില്ല.
അത് കിളി പറന്നെന്ന് പറയില്ലേ, കിളി പറന്ന് ഞങ്ങളുടെ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു 12 ചാനലിൽ. അതുകൊണ്ടാണ് ഞാനൊക്കെ ഈ തിയേറ്റർ ഇവിടെ കൊച്ചിയിൽ വരുന്നതെന്ന് അറിഞ്ഞപ്പോഴേക്കും 12 ചാനലാവണേ എന്ന് പറഞ്ഞിരുന്നത്. ഈവൻ ദി ട്രൈഡ് സൂപ്പർ ഹാർഡ്, അവർ മാക്സിമം അവർ പരിശ്രമിച്ച് 12 ചാനൽ കൊണ്ടുവരാൻ. പക്ഷേ ഈ ഐമാക്സിന് കുറച്ച് രീതികളുണ്ട്. വെറുതെ ചുമ്മാ എന്തെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവർക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അപ്പോൾ ഇവർ അതും എല്ലാം കണക്കിലെടുത്ത് പിന്നെ ഇതിനൊക്കെ 6 ചാനൽ 12 ചാനൽ ആക്കുന്നത് നമുക്ക് പറയാൻ എളുപ്പമാണ്. പക്ഷേ അതിൻ്റേതായിട്ടുള്ള ഭയങ്കര പൈസ വ്യത്യാസമുണ്ട്. കോടിക്കണക്കിന് രൂപയാണ് മാറുന്നത് അവിടെ. അപ്പോൾ അവർ നോക്കിയപ്പോൾ 6 ചാനൽ മോർ ദാൻ ഇനഫ്. അവർ 12 ചാനൽ വെക്കാൻ റെഡിയാണ്. പക്ഷേ 12 ചാനൽ വെച്ചെന്ത് പറ്റും, ഇവരെ തൊട്ടടുത്തുള്ള സ്ക്രീനിലുള്ള ആൾക്കാരുടെ സിനിമ കാണാൻ പറ്റൂല. അത്ര സൗണ്ട് ലീക്കേജ് വരും. സൗണ്ട് ലീക്കേജ് അത് നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റില്ല ആ രീതിയിൽ. ഇപ്പം ഞാൻ ഇവർ പറഞ്ഞപ്പോഴേക്കും ഞാൻ ഇങ്ങനെ ആലോചിച്ച് അത് സത്യമായിരിക്കും എന്ന് ആലോചിച്ചിട്ട് ഞാൻ ഇരുന്ന് ചിന്തിച്ച് വേറെ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ മനസ്സിലാക്കിയപ്പോൾ ശരിയാണ്. ഞാൻ ഇതുവരെ പോയിട്ടുള്ള ഐമാക്സ് വിത്ത് ലേസർ ആൻഡ് 12 ചാനലുള്ള ഒരു തിയേറ്ററിൻ്റെ സൈഡിലും വേറെ സ്ക്രീനില്ല. എൻ്റെ അറിവിൽ വേറൊരു സ്ഥലത്തുമില്ല. ഇന്ത്യയിൽ എവിടെയെങ്കിലും വേറെ ഏതെങ്കിലും ഒരു 12 ചാനൽ ഐമാക്സിൻ്റെ സൈഡിൽ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു സ്ക്രീൻ ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് ഡൗട്ടാണ്. ഞാൻ പോയി ഒരു സ്ഥലത്തുമില്ല. ലോവർ പെരയിൽ PVR ഐക്കോണിൽ ചെന്നപ്പോഴേക്കും ഒരു മൂലക്കാണ് അതിൻ്റെ ചുറ്റും അതായത് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് തിയേറ്റർ ഇല്ലാതെയാണ് അവർ 12 ചാനൽ സെറ്റപ്പ് ചെയ്യണം. ഇതിൻ്റെ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് ഈ കോട്ടയ്ക്ക് ഐമാക്സ് വിത്ത് ലേസർ 12 ചാനലിലെ കോള ലേസറിൻ്റെ സൈഡിലായിട്ട് ഇപ്പുറത്തെ സൈഡിൽ ബാത്റൂമും കാര്യങ്ങളും വാഷ് ഏരിയയും അതിൻ്റെ റൈറ്റ് സൈഡിൽ മൊത്തം കഫറ്റീരിയ ആയിരുന്നു. അഡ്ജസ്റ്റൻ്റ് ആയിട്ട് തിയേറ്റർ ഉണ്ടായിരുന്നില്ല. ബ്രോഡ്വേ ഐമാക്സ് പോയിട്ടുള്ളവർക്കറിയാം, കയറി ചെല്ലുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ തന്നെ തിയേറ്റർ. അത് കഴിഞ്ഞ് കുറേ ദൂരം മാറിയിട്ടാണ് ബാക്കി സ്ക്രീൻസ് ഉള്ളത്. അതിൻ്റെ ഇടയിൽ ഒരു ഗോൾഡിൻ്റെ ഒരു സ്പെഷ്യൽ സീറ്റിംഗ് ഏരിയ ഉണ്ട്. അതിൻ്റെ അപ്പുറത്ത് മറ്റേ ഈ മസാലപ്പൊടികളൊക്കെ നമുക്കിങ്ങനെ മാനുവലി എടുക്കാനുള്ള കഫറ്റീരിയയുടെ ഏരിയ, അത് കഴിഞ്ഞ് കഫറ്റീരിയയും കഴിഞ്ഞിട്ടാണ് നമ്മുടെ എപ്പിക് സ്ക്രീനും ഗോൾഡും കാര്യങ്ങളും മറ്റേ മറിച്ചൊക്കെ വരുന്നത്. അപ്പോൾ ഭയങ്കര ഡിസ്റ്റൻസ് ഉണ്ട്. അവർ പറഞ്ഞത് പോയിൻ്റാണെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ അറിവിലുള്ള എല്ലാ 12 ചാനൽ ഐമാക്സിൻ്റെയും സൈഡിൽ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് തിയേറ്റർ ഇല്ല. ഈവൻ ഞാൻ അത് ഒന്നുകൂടി ആലോചിച്ച് നോക്കിയപ്പോഴേക്കും മലേഷ്യയിൽ ഞാൻ പോയപ്പോൾ ഇവർ 12 ചാനൽ സെറ്റപ്പ് ചെയ്ത 2 തിയേറ്ററും സിറിയ KLCC 4K ലേസർ വിത്ത് 12 ചാനലിൻ്റെ സൈഡിലും എങ്ങും സ്പീക്കറില്ല. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ഞാൻ എല്ലാം ലിങ്ക് ചെയ്യാം, നോക്കിയോ. സൈഡിൽ സ്ക്രീൻ വേറെ ഇല്ല. കഫറ്റീരിയം, വാഷ് ഏരിയയും എമർജൻസി എക്സിറ്റൊക്കെയാണ് അപ്പുറപ്പുറമായിട്ടുള്ള. അഡ്ജസ്റ്റൻ്റ് ആയിട്ട് വേറെ തിയേറ്റർ ഇല്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, ശരിയാണ്, ദേ ആർ സെയിങ് ദ ട്രൂത്ത്. 12 ചാനൽ ഇവർക്ക് സെറ്റപ്പ് ചെയ്യണമെങ്കിൽ, ഐമാക്സ് 12 ചാനൽ സെറ്റപ്പ് ചെയ്യണമെങ്കിൽ 2 സൈഡിലും തിയേറ്റർ ഉണ്ടാകാൻ പാടില്ല. ഉണ്ടെങ്കിൽ തന്നെ അത്രയും ഹെവിലി സൗണ്ട് പ്രൂഫ് ചെയ്യുകയും അത്രത്തോളം പൈസ മുടക്കി ചെയ്യേണ്ടി വരും. അതും അല്ലെങ്കിൽ സൗണ്ട് ലീക്കേജ് അനുഭവിക്കേണ്ടി വരും. ഇതിലെന്തെങ്കിലും കോംപ്രമൈസ് നടത്തേണ്ടി വരും. ഐദർ ഒരുപാട് എക്സ്പെൻസീവ് ആവും. നിങ്ങൾക്ക് അറിയാം, സൗണ്ട് പ്രൂഫിങ് ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ വീട് സൗണ്ട് പ്രൂഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓഡിയോ എഞ്ചിനീയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് സൗണ്ട് പ്രൂഫിങ് എന്ത് കോസ്റ്റ്ലി ആണെന്നുള്ളത്. അത് ഐമാക്സിൻ്റെ സൗണ്ടൊക്കെ സൗണ്ട് പ്രൂഫ് ചെയ്യണമെങ്കിൽ അത് വല്ല പൈസയാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇവരിത് ചെയ്യാഞ്ഞെന്നുള്ളത് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായി. അപ്പോൾ കമ്മിങ് ബാക്ക് ടു വാട്ട് ഈസ് ദ ഹ്യൂജ് ഡിഫറൻസ് ബിറ്റ്വീൻ ട്രിവാൻഡ്രം ഐമാക്സ് ആൻഡ് കൊച്ചി ഐമാക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ക്വാളിറ്റി ഓഫ് പ്രൊജക്ഷൻ ആണ് ബിഗ്ഗസ്റ്റ് ഡിഫറൻസ്. ആനയാണ് വ്യത്യാസമാണ് എനിക്ക് ഫീൽ ചെയ്തത്. പ്രൂഫ് ഞാൻ കാണിച്ചു തരാൻ തയ്യാറാണ്. ഞാൻ പറഞ്ഞില്ലേ, എടുത്ത് നോക്കുക, ലിങ്ക് എടുത്ത് നോക്കുക, ഒന്നുകൂടി നോക്കുക. എന്നാൽ ട്രിവാൻഡ്രം ഐമാക്സിൽ ബെറ്റർ ആയിട്ട് തോന്നിയ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ സന്തോഷത്തോടെ പറയാൻ തയ്യാറാണ്. നമ്മൾ അഡ്മിറ്റ് ചെയ്യും, നല്ലതെന്ന് എന്നും അഡ്മിറ്റ് ചെയ്യും. സീറ്റ്സാണ് കൊച്ചി ഐമാക്സിനേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് PVR ട്രിവാൻഡ്രം ഐമാക്സിലെ സീറ്റുകളാണ്. അതേ സീറ്റുകളാണ് നമ്മുടെ ഇവിടെ കൊച്ചിയിലുള്ള PVR PXL ഫിറ്റ് ചെയ്തിരിക്കുന്നത്. മലേഷ്യൻ നിർമ്മിതമായ ഫെർക്കോ സീറ്റിംഗ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഫെർക്കോ സീറ്റ്സാണ് ഇവിടെ PVR ലുലു മോളിൽ ട്രിവാൻഡ്രത്തും PVR ഫോറം മോൾ കൊച്ചിയിൽ PXLലും ഇവർ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അത് വേറെ ലെവൽ സീറ്റാണ്, ഒന്നും പറയാനില്ല. ഈവൻ ഡിസൈൻ ലുക്ക് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആംബിയൻസ്, ഐ എം ടോക്കിംഗ് അബൌട്ട് ദ വേ ഓഫ് ലുക്ക് ആൻഡ് ആംബിയൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ PVR ട്രിവാൻഡ്രം കുറച്ചും കൂടി പ്രീമിയം ലുക്കും നൽകുന്നുണ്ട്. ഈവൻ ഐമാക്സിൻ്റെ അകവും ബെറ്റർ ആംബിയൻസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഫോളോഡ് ബൈ കോയമ്പത്തൂർ ബ്രോഡ്വേ സിനിമാസിൻ്റെ ആ ലോബി ആയിക്കോട്ടെ, തിയേറ്റർ ആയിക്കോട്ടെ, ഐമാക്സിൻ്റെ ഇൻറ്റീരിയർ ആയിക്കോട്ടെ, ഫാർ ബെറ്റർ ആയിട്ടാണ് എനിക്ക് ഫീൽ ആവുന്നത്. ട്രിവാൻഡ്രമാണ് ബെസ്റ്റ്. അത് കഴിഞ്ഞാൽ ബ്രോഡ്വേ കോയമ്പത്തൂർ, പിന്നെ മൈ ലീസ്റ്റ് ഫേവറേറ്റ് ആയിരിക്കും സിനിപോളിസിൻ്റെ
ആംബിയൻസ് നോക്കിക്കഴിഞ്ഞാൽ. അവിടെ ഐമാക്സിൻ്റെ തിയേറ്ററിൽ മാത്രമേ ഇച്ചിരി കൊള്ളാവുന്നൊരു ആംബിയൻസ് എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. ബാക്കി എല്ലായിടത്തും ഇപ്പോൾ ഹൈ ടൈം ദി റീവർക്ക് ഇറ്റ്, അത് അപ്ഡേറ്റ് ചെയ്യേണ്ട ടൈം കഴിഞ്ഞു. അപ്പോൾ അവിടെയാണ് എനിക്ക് ട്രിവാൻഡ്രം ബെറ്ററായിട്ട് ഫീൽ ചെയ്യുന്നത്. രണ്ടാമത്തെ കേസ്, ട്രിവാൻഡ്രത്ത് വലിയ സ്ക്രീൻ ഉണ്ട്, ഐ അക്സെപ്റ്റ് ഇറ്റ്. പക്ഷേ വാട്ട് ഗുഡ് ഇറ്റ് ഈസ് ഇഫ് ഇറ്റ് ഇസ് നോട്ട് ലേസർ. എൻ്റെ അഭിപ്രായത്തിൽ ട്രിവാൻഡ്രത്തുള്ള ഐമാക്സ് ലേസറാക്കി കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അത്രയും വലിയ ഓഡിറ്റോറിയം ആയതുകൊണ്ട് 12 ചാനലാക്കി കഴിഞ്ഞാൽ വേറെ ലീഗ് എക്സ്പീരിയൻസ് ആയിരിക്കും, വേറെ ലെവലായിരിക്കും. കോയമ്പത്തൂർ ബ്രോഡ്വേ സിനിമാസിൻ്റെ അത്ര തന്നെ ക്വാളിറ്റി ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇവിടെ തന്നെ കിട്ടും. അതേസമയം ട്രിവാൻഡ്രത്തിനേക്കാൾ നന്നായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിപോളിസിലെ ഇൻക്ലിനേഷനാണ്, സീറ്റ് ഇൻക്ലിനേഷൻ. കാരണം ട്രിവാൻഡ്രം ഐമാക്സ് ആക്കാൻ വേണ്ടി തന്നെ ഉണ്ടാക്കിയ ഒരു ഓഡിറ്റോറിയം, ഇത് ഒരു റെട്രോഫിറ്റ് ഐമാക്സ് ആണ്. സാധാരണ ഒരു 7.1 ഡോൾബി സറൗണ്ടും ഒരു 2K പ്രൊജക്ഷനും സീനോൺ പ്രൊജക്ഷൻ ആയിരുന്ന ഒരു തിയേറ്റർ ഉണ്ടായിരുന്ന സ്ക്രീൻ 2-നെ ഐമാക്സ് ഗ്രൂപ്പ് വന്ന് മൊത്തം പൊളിച്ച് റീവർക്ക് ചെയ്ത് ഐമാക്സിൻ ആക്കി റെട്രോഫിറ്റ് ചെയ്തു. അപ്പം നിങ്ങൾ വിചാരിക്കും സിനിപോളിസ് അത് ചെയ്തതെന്ന്. അല്ലടേ, സിനിപോളിസ് അതിൻ്റെ പൈസ കൊടുത്തു, ഐമാക്സിൻ്റെ ആൾക്കാർ വന്ന് ഫുൾ, ഇപ്പോൾ സ്ക്രീൻ 2 എന്നുള്ളൊരു സാധനം അവിടെ ഇല്ല സിനിപോളിസിൻ്റെ. അത് ഐമാക്സിൻ്റെ ഗ്രൂപ്പ് വന്ന് അത് മൊത്തം ഡിമോളിഷ് ചെയ്ത് മൊത്തത്തിൽ ഫുൾ റീവർക്ക് ചെയ്ത് ഫ്രം സ്റ്റാർട്ട് 0 തുടങ്ങി ഒരു ഐമാക്സ് ആക്കി ബിൽഡ് ചെയ്ത് റെട്രോഫിറ്റ്. ഞാൻ ഇത്രയും ഗംഭീരമായിട്ട് റെട്രോഫിറ്റ് ചെയ്ത ഒരു തിയേറ്റർ എൻ്റെ അറിവിൽ ഉണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി PVR പ്രിയ ഡൽഹി മാത്രമായിരിക്കാം, വേറെ ഒന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈവൻ PVR പ്രിയ ഡൽഹിയേക്കാളും ഇൻക്ലിനേഷൻ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്, ഭയങ്കര ഇൻക്ലിനേഷൻ്റെ. ഇവിടുത്തെ ഇൻക്ലിനേഷൻ ലൈക്ക് ഓൾമോസ്റ്റ് 45 ഡിഗ്രി പോലെ ഇൻക്ലൈൻഡ് ആണ്. ഇങ്ങനെ നമ്മളിങ്ങനെ കരിമല കയറ്റം പോലെയാണ് ഇതിൻ്റെ ഇൻക്ലിനേഷൻ ഇരിക്കുന്നത്, അത്രയും ഇൻക്ലൈൻഡ് ആണ്. പക്ഷേ ഈ സിനിപോളിസിനൊരു കുഴപ്പമെന്ന് വെച്ചാൽ ഇവരുടെ സീറ്റ് ഈ പുഷ് ബാക്ക് ടൈപ്പ് സീറ്റ് ഇങ്ങനെ അങ്ങനെ തിരിച്ചിങ്ങനെ വരില്ല, ആ സാധനമാണ്. ഈ അകത്തെ സീറ്റ് ഇത് ഇങ്ങനെ ഇരിക്കും എപ്പോഴും, നമ്മൾ ഇരിക്കുമ്പോഴേ താഴെയുള്ളൂ. അതൊരു ഡിസ്കംഫേർട്ടാണ് എനിക്ക് ഡെഫിനറ്റ്ലി ഫീൽ ചെയ്തേക്കണം. അതുമാത്രമല്ല PVRൻ്റെ സീറ്റ് ഇത് ഇവിടം വരെ ഉള്ളെങ്കിൽ സിനിപോളിസിൻ്റെ സീറ്റ് ഈ ഗെയിമിംഗ് ചെയറിൻ്റെ സീറ്റ് പോലെ റേസിംഗ് സീറ്റ് പോലെ ഇത്രയും ഉണ്ട്. അപ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ചില സീറ്റിങ്ങിൽ, ഞാൻ ഇരുന്ന സീറ്റിൽ അത് ഫീൽ ചെയ്തില്ല, ഞാൻ ഇരുന്ന ഐ റോയിലാണ്. ചിലവർ ഇങ്ങനെ കമൻറ്റ് ഇടുന്നുണ്ടായിരുന്നു, ചേട്ടാ ഞങ്ങൾ ഇന്ന സീറ്റിലൊക്കെ ഇരുന്നപ്പോൾ ഈ സീറ്റ് ഹൈറ്റ് കൂടുതലായതുകൊണ്ട് താഴേന്നല്ല സീറ്റ് വരുന്നത്, കുറച്ച് പൊങ്ങിയിട്ട സീറ്റ് വരുന്നത്, അതും ഈ സാധനം കൂടി പൊങ്ങിയിരിക്കണോണ്ട് അവരുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ പെറിഫറൽ വിഷനിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ആളുകളുടെ തല അല്ലെങ്കിൽ ഈ സീറ്റിൻ്റെ സാധനം മഞ്ഞിടുന്ന് പറയുന്നുണ്ട് ചില ആംഗിളിൽ. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തില്ല, പക്ഷേ നമ്മൾ മറ്റുള്ളവർ എക്സ്പീരിയൻസ് ചെയ്തു എന്ന് പറയുമ്പോൾ അതിനെ മാനിക്കണമല്ലോ. അങ്ങനെ കുറച്ച് പേര് പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ സീറ്റ് വെച്ചിരിക്കുന്ന കുറച്ചുകൂടി താത്തി വെച്ചിരുന്നെങ്കിൽ നന്നായിരുന്നേന്ന് തോന്നി. ഇത്രയും ഇൻക്ലിനേഷൻ വരുമ്പോൾ ഒരിക്കലും ഫ്രണ്ടിൽ വ്യൂ ബ്ലോക്കിംഗ് വരാൻ പാടില്ല. അങ്ങനെ ഭയങ്കര ഒരു വ്യൂ ബ്ലോക്ക് ആവണമെന്നൊന്നും അല്ല പറയുന്നത്. പക്ഷേ ഈവൻ എൻ്റെ ഫ്രണ്ട് രാഹുലും ഇത്തവണ പോയപ്പോൾ കണ്ടപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തായിരുന്നു. അതിൻ്റെ ബേസിസിലും കൂടിയാണ് ഞാനിത് പറയുന്നത്. ചിലവരുണ്ട് വെറുതെ ഇതുവരെ ഇവിടെ വിസിറ്റ് ചെയ്യാതെ വെറുതെ ചുമ്മാ തള്ളുന്നത്, അവരല്ല. ഞാൻ ജെനുവിൻലി ടിക്കറ്റ് എടുത്ത് സിനിമ കണ്ട ആൾക്കാരുടെ അഭിപ്രായമാണ് ഞാൻ എടുക്കുന്നത്. അതുപോലെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും രീതി ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് വരുന്നവരെല്ലാവരും ഞാൻ ചോദിക്കുന്നത് ടിക്കറ്റ് കാണിക്കാൻ. കാരണം എനിക്ക് കാണണം, പ്രൂഫ് കാണണം. കാരണം പൊതുവേ ഉള്ള ഒരു കാര്യമാണ്, നമ്മൾ എന്തെങ്കിലും ഒരു സംഭവത്തെ പറ്റി ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ചില ആൾക്കാർ ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവില്ല, ചുമ്മാ വന്ന് കുറ്റം പറയും, ചുമ്മാ. അപ്പോൾ ഞാൻ വിലക്ക് എടുക്കുന്നത് അവിടെ ഈ ഒരു തിയേറ്റർ പോയി എക്സ്പീരിയൻസ് ചെയ്ത, അതായത് ഇതിപ്പോൾ കൊച്ചി വേഴ്സസ് ട്രിവാൻഡ്രം ഐമാക്സ് വീഡിയോ പോകുമ്പോൾ രണ്ടിടത്തും പോയി എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാർ പറയുന്നതിനെ ഞാൻ വിലക്കെടുക്കുകയുള്ളൂ. അപ്പോൾ രണ്ടിടത്തും പോയി എക്സ്പീരിയൻസ് ചെയ്തെന്ന് ഞാനെങ്ങനെ അറിയുമോ? എനിക്ക് പ്രൂഫ് വേണ്ടേ? ഞാൻ നിങ്ങളെ എൻ്റെ പ്രൂഫ് കാണിച്ചു തരാറുണ്ട്. ഞാൻ പോയി കണ്ടതിൻ്റെ പ്രൂഫ്, അതിൻ്റെ ടിക്കറ്റ് എടുത്തതിൻ്റെ പ്രൂഫ്, പല കാര്യങ്ങളും കാണിച്ചു തരാറുണ്ട്. അപ്പോൾ എനിക്കും സീയിങ് ഇസ് ബിലീവിങ് എന്നാണ്. എനിക്ക് പ്രൂഫ് കിട്ടിയാലേ ഞാൻ ബിലീവ് ചെയ്യുള്ളൂ. അല്ലാതെ ചുമ്മാ ഏതെങ്കിലും ഒരുത്തം വന്ന് വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് പോയാൽ ഐ വോണ്ട് ബിലീവ് ഇറ്റ്. കാരണം നമ്മുടെ നാട്ടിൽ ഈ തള്ളി ഇത്തിരി കൂടുതലാണ്, കുറച്ച് അധികം കൂടുതലാണ്. എസ്പെഷ്യലി ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ വരുമ്പോഴേക്കും ചില റീജിയനിലുള്ള കുറച്ച് തെക്കുന്നുള്ള ആൾക്കാർക്ക് വളരെ തള്ളു കൂടുതലാണ്. അവന്മാരും ജീവിതത്തിൽ പോയിട്ടുണ്ടാവില്ല ഐമാക്സിനകത്ത്, പക്ഷേ ചുമ്മാ ഇരുന്ന് തള്ളിക്കൊണ്ടിരിക്കും. ഇത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ട്രിവാൻഡ്രം ഐമാക്സിൻ്റെ വീഡിയോ അവിടെ പോയി എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഇട്ടപ്പോൾ അവിടെ ഇന്നേ വരെ പോകാത്തവന്മാർ കുറേ നെഗറ്റീവ് അടിച്ചാണ്. അതിനേക്കാൾ നല്ലത് ഏരീസാണ്, അതിനേക്കാൾ ഇത് ഏരീസാന്ന് പറഞ്ഞവന്മാർ തന്നെയാണ് അതേ യൂസർ നെയിംസ്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് പല ആൾക്കാരെ. ഞാൻ ഈ കണ്ടമാനം ലോജിക്കില്ലാതെ
അല്ലെങ്കിൽ വെറുതെ ബ്ലൈൻഡായിട്ട് ഒന്ന് നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവന്മാരെ ഞാൻ നോട്ട് ചെയ്ത് വെക്കും. ഇവന്മാർ തന്നെയാണ് അന്ന് ഇതേ ട്രിവാൻഡ്രം ഐമാക്സിനെ കുറ്റം പറഞ്ഞവന്മാർ വന്നിട്ടാണ് ഇപ്പോൾ ട്രിവാൻഡ്രം ഐമാക്സാണ് കൊച്ചി ഐമാക്സിനേക്കാൾ ബെറ്റർ എന്നൊക്കെ പറഞ്ഞ് മണ്ടത്തരം വിളമ്പുന്ന കുറേ വിണ്ണന്മാർ. അപ്പോൾ ഇവന്മാർ ഇങ്ങനെയാണ് എന്ത് പറഞ്ഞാലും വിത്ത് പ്രൂഫ് കാണിച്ചു കൊടുത്താലും എന്ത് കാണിച്ചു കൊടുത്താലും ഇവന്മാർക്ക് ബോധ്യപ്പെടില്ല. ഇവന്മാർ കാരണം ഇതുവരെ കണ്ടിട്ടില്ല. ഇതൊക്കെ കഴിഞ്ഞ് ഇവന്മാർ ഒരു കഥ പറയും. അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ PVR ട്രിവാൻഡ്രം ഐമാക്സിൻ്റെ വീഡിയോ ഇട്ടപ്പോഴേക്കും അതൊരു പെട്ടിക്കൂട് ഐമാക്സാന്ന് പറഞ്ഞവന്മാരാണ് ഇപ്പോൾ വന്നിട്ട് ജയ് പറയുന്നത്. അന്ന് അതിനെ തള്ളി പറഞ്ഞു. ഇന്നിപ്പോൾ കൊച്ചി വന്നപ്പോൾ ഇവന്മാർക്ക് കുരു പൊട്ടിയിരിക്കുകയാണ്. കുറച്ചുകൂടി നല്ല പ്രൊജക്ഷനോടുകൂടിയുള്ള ഐമാക്സ് ഇവിടെ വന്നപ്പോൾ യുവമാർക്ക് ഇപ്പം ഇത് പെട്ടിക്കൂടായി. പെട്ടിക്കൂടാണേലും ഐമാക്സ് എത്ര ചെറുതാണെങ്കിലും ഇവിടെ ഇരിക്കുന്നത് ലേസർ പ്രൊജക്ഷനാണ്. ഇതൊന്നും അറിയാതെ ഈ പൊട്ടക്കെറ്റ് കിടക്കുന്ന കുറേ തവളകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവന്മാർക്ക് സ്വന്തം നാട്ടിലുള്ള സാധനത്തിന് വില നൽകാനും കഴിയില്ല. അവിടെ പോയി സിനിമയും കാണില്ല. ആ തിയേറ്റർ നഷ്ടത്തിലാക്കി മൊത്തം കേരളത്തിന് ചീത്തപ്പേരും ഉണ്ടാക്കും ഒക്കെ ചെയ്യും. എന്നിട്ട് വേറെ എവിടെയെങ്കിലും നല്ല രീതിയിൽ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അവിടുത്തെ ആൾക്കാർ മാക്സിമം പോയി സിനിമ ഉണ്ട് അത് പ്രോഫിറ്റബിൾ ആകുമ്പോൾ ഇവന്മാർക്ക് പറ്റില്ല. ഭയങ്കര കണ്ണിക്കടിയാണ്. ഫസ്റ്റ് ഡേ കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡേ ഇറങ്ങിയ പടം ഏതാ? പുഷ്പ 2. അതായതുകൊണ്ടാണ്. എന്നിട്ടും അതായിട്ട് കൂടി അത്യാവശ്യം ആളുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് മൊവാനോ ഇപ്പോൾ കിടന്ന് ഓടി നോക്ക്, മിക്ക ദിവസവും ഫില്ലാണ്. കാരണം മൊവാനോ 2:1 റേഷ്യോ മൂവിയാണ്. ഓൾമോസ്റ്റ് ഫുൾ സ്ക്രീൻ. ഓൾമോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ബ്ലാക്ക് ബാസ് കാണൂല. ആ ലെവലിലാണ് ആ പടം ഐമാക്സിൽ വന്നിരിക്കുന്നത്, DMR ചെയ്ത് വന്നിരിക്കുന്ന സിനിമ. ഈവൻ പുഷ്പ 2 എനിക്കൊരു കാട്ടപരാധമായിട്ട് തോന്നിയ സിനിമയാണ്. എന്നിട്ട് പോലും അതിൻ്റെ DCP ഓഫ് ഐമാക്സ് വാസ് വേറെ ലെവൽ. രാവിലെ ഞാൻ കണ്ടത് വനിത സ്ക്രീൻ 1 ഇറ്റ് ഈസ് റിഗാർഡഡ് ആസ് എമംഗ് കൊച്ചി ആളുകൾ ദി ബെസ്റ്റ് തിയേറ്റർ ഇൻ കൊച്ചിയിൽ നിന്ന് പറയപ്പെടുന്ന ഒരു തിയേറ്ററാണ്. ഇപ്പോൾ ഏറ്റവും മികച്ച കൊച്ചിയിലെ തിയേറ്റർ ഏതാണെന്ന് വെച്ചാൽ 2 ഉത്തരവേ ഉണ്ടാവുള്ളൂ: വനിതയും കൊച്ചി ഫോറമോൾ PXL. ഇതായിരിക്കും എല്ലാവരുടെയും മറുപടി, ഭൂരിഭാഗം പേരുടെ മറുപടി. അത്യാവശ്യം ടെക്നിക്കലി വിവരമുള്ള, അത്യാവശ്യം സിനിമ മനസ്സിലാക്കാൻ പറ്റുന്ന, ക്വാളിറ്റി മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാരുടെ മറുപടി ഇത് തീർച്ചയായിട്ടും ഈ 2 തിയേറ്റർ ആയിരിക്കും. അപ്പോൾ അത് കണ്ടിട്ട് ശേഷം ഞാൻ വന്ന് ഐമാക്സിൽ കാണാണ്. എന്നിട്ടും ഇത്രയും അപരാധമായി തോന്നിയ, കണ്ടു തീർക്കാൻ കഷ്ടപ്പാടായി തോന്നിയ ഈ സിനിമയായിട്ട് പോലും എനിക്ക് അതിൻ്റെ ക്വാളിറ്റി, സൗണ്ട് ക്വാളിറ്റി, വിഷ്വൽ ക്വാളിറ്റി DMR ചെയ്ത് വന്നിരിക്കുന്നത് വേറെ ലെവലായിരുന്നു. ഫുൾ സ്ക്രീൻ ഒന്നും അല്ലായിരുന്നു. പടം സ്കോപ്പ് റേഷ്യോ പടമാണ്. 2.39:1 റേഷ്യോ സ്കോപ്പ്, സിനിമ സ്കോപ്പ് പടമാണ്. ബ്ലാക്ക് ബാർ ഉണ്ടായിരുന്നു മുകളിലടി. എന്നിട്ടും ലൈറ്റൊക്കെ ഓഫായി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ബ്ലാക്ക് ബാറൊന്നും ശ്രദ്ധിക്കാൻ പറ്റണില്ല. സ്പീക്കിംഗ് ഓഫ് ദാറ്റ്, അതും കൂടി എനിക്കത് പറഞ്ഞേ പറ്റുള്ളൂ. കോയമ്പത്തൂർ ബ്രോഡ്വേ സിനിമാസിലും ഇവിടെയും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ആ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ പിച്ച് ബ്ലാക്കാണ്. അതേസമയം PVRൽ അങ്ങനെ ആ പിച്ച് ബ്ലാക്ക്നെസ് എനിക്ക് കിട്ടിയില്ല. ഈവൻ അവതാർ, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അവതാർ പോലെ അത്ര മികച്ച സോണി വെനിസ് ക്യാമറയിൽ എടുത്ത ഒരു സിനിമ. മിക്കവരുടെയും വിചാരം അവതാർ എടുത്തിരിക്കുന്നത് IMAX ക്യാമറയിലാണെന്നാണ്. അല്ല, സോണി വെനിസ് ക്യാമറയിലാണ് എടുത്തിരിക്കുന്നത്. അതൊരു IMAX സർട്ടിഫൈഡ് ക്യാമറയാണ്. സോണി വെനിസ് ക്യാമറയിൽ എടുത്തിട്ട് അത് ഐമാക്സിലേക്ക് കൺവേർട്ട് ചെയ്ത് IMAX DMR പ്രോസസ്സിലൂടെ വന്നിട്ട് 2K 3Dയിലാണ് നമ്മൾ ആ സിനിമ കണ്ടിരിക്കുന്നത്. കാരണം ഇന്ത്യയിൽ 4K 3D പ്രൊജക്റ്റ് ചെയ്യുന്ന തിയേറ്റർ വളരെ കുറച്ചേ ഉള്ളൂ. ഇപ്പോൾ റൈറ്റ് നൗ ഇപ്പോൾ ഒരുപാട് തിയേറ്റർ ഉണ്ട്. ഇഷ്ടം പോലെ IMAX വിത്ത് ലേസർ വന്നിരിക്കുന്നുണ്ട്. അവിടെയൊക്കെ 4K 3D പ്ലേ ചെയ്യാം, ട്രൂ 4K 3Dയിൽ പ്ലേ ചെയ്യാം. പക്ഷേ ഡിസ്നി ആയിരുന്നു ആ സമയത്ത് അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ, ഇഫ് ഐ എം നോട്ട് റോങ്. അവർ എന്തോ കാരണത്താൽ നമുക്ക് ഇന്ത്യക്കാർക്ക് 2K 3D ആണ് അയച്ചു തന്നത്. അതുകൊണ്ട് നമ്മളൊക്കെ അവതാർ 2 ദ വേ ഓഫ് വാട്ടർ കണ്ടത് 2K 3Dയിലായിരുന്നു. എന്നിട്ട് ഞാൻ പറയാണ്, എന്നിട്ടും IMAX ട്രിവാൻഡ്രത്ത് അത് കണ്ടപ്പോഴുള്ള വിഷ്വൽ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. എങ്ങാനും അതേ സിനിമ തന്നെ നമ്മുടെ ഇവിടെ കൊച്ചിയിൽ റിലീസ് ചെയ്യുകയാണെങ്കിൽ അന്ന് കാണുമ്പോഴുള്ള വിഷ്വലും കൂടി ഞാൻ ഒന്നും എടുത്തു വെക്കാം, സെയിം സീൻ. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് കാര്യം കിട്ടും. എന്നാലും നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും, എൻ്റെ വിഷ്വൽ കാണുമ്പോൾ മനസ്സിലാവും എന്ത് ഡിഫറൻസ് ഉണ്ടെന്ന്. രണ്ടിന് IMAX ലോഗോ വരുമ്പോഴുള്ള വിഷ്വൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കൊച്ചിയിൽ IMAX എന്ന് എഴുതി കാണിക്കുന്നതിൻ്റെ ലോഗോ വരുമ്പോഴുള്ള ദൃശ്യവും അവതാർ ഞാൻ കാണാൻ ട്രിവാൻഡ്രത്ത് പോയപ്പോൾ അവിടെ IMAX ലോഗോ കാണിച്ചപ്പോഴുള്ള വിഷ്വലും രണ്ടും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഇത്രയും എന്താണ് ഈ പറയാൻ ശ്രമിച്ചതെന്നൊക്കെ. എന്തായാലും 2 തിയേറ്ററും നല്ല തിയേറ്ററാണ്. പക്ഷേ വിച്ച് ഇസ് എ സുപ്പീരിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാൻ പറയും, ഇൻ ടേംസ് ഓഫ് പ്രൊജക്ഷൻ ക്വാളിറ്റി ഡെഫിനറ്റ്ലി മൈൽസ് എഹെഡാണ്
കൊച്ചി ഐമാക്സ് എന്ന് ഞാൻ പറയും. പക്ഷേ വിച്ച് ഇസ് ദ ബെസ്റ്റ് സീറ്റ് എന്ന് വെച്ചാൽ ഞാൻ പറയും ട്രിവാൻഡ്രത്തുള്ള സീറ്റ് തന്നെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് ഞാൻ പറയും. ആംബിയൻസ് ഏതാണ് ബെസ്റ്റ് എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ട്രിവാൻഡ്രത്തുള്ള ആംബിയൻസാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് ഞാൻ പറയും. സീറ്റ് ഇൻക്ലിനേഷൻ ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിയാണെന്ന് പറയേണ്ടി വരും. മനസ്സിലായി? രണ്ടിനും രണ്ട് കാര്യങ്ങളുണ്ട്. പക്ഷേ എൻ്റെ ഉള്ളിലുള്ള സിനിമ ഇഷ്ടപ്പെടുന്ന തിയേറ്റർ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് എപ്പോഴും ടോപ്പ് പ്രയോറിറ്റി ഈസ് ക്വാളിറ്റി, പിക്ചർ ക്വാളിറ്റി. ആംബിയൻസും ബാക്കി ഫാൻസി കാര്യങ്ങളൊക്കെ ഇറ്റ് കംസ് സെക്കൻഡ് ഓർ തേർഡ് ഓർ ബാക്കി കാര്യങ്ങൾ. സൗണ്ട് സെയിം ആണ്, രണ്ടും 6 ചാനൽ ഓഡിയോ തന്നെയാണ്. 5.1 ചാനൽ വീണ്ടും പറയുന്നു, അത് നിങ്ങൾക്ക് ശ്രേയൻ്റെ വീഡിയോ വരുമ്പോൾ മനസ്സിലാവും. എന്തായാലും എനിക്കിപ്പോൾ നല്ല കോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഐ എം വൈൻഡിങ് അപ്പ് ദ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കുറേ പേരുണ്ട് അന്ധന്മാരായ ആളുകൾ, അവർക്ക് അവരുടെ നാട്ടിൽ ഒരു സാധനം അതിനേക്കാൾ നല്ലത് വേറെ എവിടേക്കും വേണമെന്ന് പറഞ്ഞാൽ അവന്മാർക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇവിടെയുള്ള കുറച്ച് അവന്മാർക്ക് ഒരു രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവന്മാരിങ്ങനെ എന്ത് ചെയ്താലും കുണച്ചുകൊണ്ടിരിക്കും. അവന്മാരുടെ അടുത്ത് സത്യമായിട്ടുള്ള കാര്യങ്ങൾ, ഫാക്റ്റായിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചാലും അവന്മാർ പിടിച്ച മുയലിന് 6 കൊമ്പും 10 തലയാണെന്നുള്ള രീതിയിലുള്ള കുറേ മണ്ടം പോഴന്മാരുണ്ട്. കുറേ പോഴന്മാർ. അവന്മാരെ ഞാൻ ഓളിന്ന് ചേർത്താണ് വിളിക്കുന്നത്. അവന്മാരാണ് സത്യം പറഞ്ഞാൽ ഈ നാട്ടിലുള്ളതും പല നാട്ടിലുള്ള ആൾക്കാർക്കും ചീത്തപ്പേരാവുന്ന കുറേ തീട്ട ഒളികൾ. അങ്ങനെ എനിക്കങ്ങനെ അവരെ വിളിക്കാൻ പറ്റുള്ളൂ. അത് ഭയങ്കര ശല്യമാണ് അവന്മാരെ കൊണ്ടിട്ട്. ബാക്കിയുള്ളവർക്കും ചീത്തപ്പേരാണ്, നമുക്ക് സ്വൈര്യം ഉണ്ടാവില്ല. എന്തൊക്കെ പ്രൂഫ് കാണിച്ചു കൊടുത്താലും അവന്മാരെ ആക്സെപ്റ്റ് ചെയ്യില്ല. അവന്മാർ പിടിച്ച കൊമ്പ് അവന്മാർ ഇരിക്കുള്ളൂ. അങ്ങനത്തെ കുറേ പോഴന്മാരാണ്. അവന്മാർ ജീവിതത്തിൽ ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവില്ല. അവന്മാർക്ക് പറഞ്ഞു കൊടുത്താലും മനസ്സിലാവില്ല, പ്രൂഫ് കാണിച്ചു കൊടുത്താലും സമ്മതിക്കില്ല. ഇങ്ങനെ കുറേ കിഴങ്ങന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ നാടിനെ ഒരു രീതിയിലും നന്നാവാൻ സമ്മതിക്കാത്ത കുറേ പട്ടിത്തീട്ടങ്ങൾ. അങ്ങനെയുള്ളവന്മാരെ ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. അങ്ങനെയുള്ളവന്മാർക്ക് ഞാൻ ചുട്ട മറുപടി കൊടുക്കും. എന്നെ വരെ തെറിയും പറിച്ചിട്ടുണ്ടെന്ന് ഞാൻ പാച്ചപ്പള്ളി ഞാൻ വിളിക്കാറുണ്ട്. അത്രേ ഉള്ളൂ. അല്ലാതെ ഞാനെല്ലാം കേട്ട് നിന്നിട്ട് പോകണം മറ്റേ വിവേകാനന്ദനൊന്നുമല്ല, ഞാൻ മറ്റേ മഹാത്മാഗാന്ധിയുടെ ആളൊന്നുമല്ല. ഞാൻ നമ്മുടെ സ്വന്തം സുഭാഷ് ചന്ദ്രബോസും ഭഗത് സിംഗിൻ്റെ ആളാണ്. തെറിക്ക് മറുപടി തെറി തന്നെയാണ്, അടിക്ക് മറുപടി അടി തന്നെയാണ്. അല്ലാണ്ട് മിണ്ടാതിരിക്കാൻ സൗകര്യമില്ല. അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നത് തമ്മിലുള്ള ഡിഫറൻസ് ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ലടേ. തന്നെ പോയി രണ്ടിടത്ത് തരുമ്പോൾ കണ്ട് മനസ്സിലാക്ക്. അത്രേ ഉള്ളൂ. നിങ്ങളുടെ ഒന്നും അപ്രൂവലിൻ്റെ ആവശ്യമില്ല. കാരണം ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നവൻ കണ്ട് മനസ്സിലാക്കിക്കോളും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ശരി, നാളെ വേറെ വീഡിയോ ഇട്ടണം.